Hi everyone, today we are going to solve a problem from fund flow statement, that is to find out fund from operation, that is the third stage of fund flow statement. From the following profit and loss account, calculate fund from operation. Debit side items includes salary, rent, printing and stationery, depreciation, goodwill, return of provision for tax action, loss on sale of land, proposed dividend, then balancing figure, net profit. That should be transferred to balance sheet. Then on credit side, gross profit, profit on sale of furniture, interest on investment. The total amount is 1,05,000. How to find out a fund from operation? It can be calculated in two ways. That means, first one, by preparing a statement, then by preparing adjusted profit and loss account. There are two ways. For that purpose, we are going to find out non-fund expenses and non-fund income from this P&L account. From this debit side of the P&L account, we are going to find out non-fund items or non-operating expenses. Salary, rent, printing and stationery. These are the normal expenditure, that means operating expenses. But depreciation, goodwill written off, provision for tax action, loss on sale of land, proposed dividend. These items are in the nature of non-fund or non-cash items. Then on credit side, that means profit on sale of furniture, interest on investment. That is the two items on the credit side. That is non-fund income. Okay. P&L അക്കൗണ്ടിൽ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഉണ്ടാവും. ഇതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ജനറലി വരുന്ന സാലറി, റെൻറ്റ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി. ഇതാണ് ഇപ്പോൾ ഈ തന്ന ഇൻഫർമേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി നമ്മൾ ആ ടിക്ക് ഇട്ടതാണ് എന്ത്, നോൺ ഫണ്ട് ആയിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്നത്, നോൺ ക്യാഷ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെ എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് അത് ഇൻകം ആണ്, ഡെബിറ്റ് സൈഡിലുള്ളത് എക്സ്പെൻസസും. അപ്പോൾ നമ്മൾ നോൺ ഫണ്ട് ഐറ്റംസ് ഓൾറെഡി കണ്ടുപിടിച്ചു, മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ബൈ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ടാവും. പ്ലീസ് നോട്ട് പെർട്ടിക്കുലേഴ്സ് കോളം, ടു എമൗണ്ട് കോളം, ഇന്നർ കോളം ആൻഡ് ഔട്ടർ കോളം. ഫസ്റ്റ് ഐറ്റം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബാലൻസിങ് ഫിഗർ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. ബാലൻസിങ് ഫിഗർ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 44,400. ഓക്കെ, ഇനി പ്രോഫിറ്റ് നമ്മൾ എഴുതി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, 44,400 ഔട്ടർ കോളത്തിൽ എഴുതി. ഇനി നോൺ ഫണ്ട് ഐറ്റത്തിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 11,500, ഗുഡ്വിൽ റിട്ടേൺ ഓഫ് 6,000, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് 3,400, പ്രൊവിഷൻ ഫോർ ടാക്സ് 10,000, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 9,000. ദ ടോട്ടൽ എമൗണ്ട് ഈസ് 39,900. പ്രോഫിറ്റിൻ്റെ കൂടെ തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് എക്സ്പെൻസസ്. ഈ എക്സ്പെൻസസ് എല്ലാം P&L അക്കൗണ്ടിൽ ലെസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് 44,400. അപ്പം നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഇത് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ആഡ് ചെയ്യുമ്പോൾ 44,400ൻ്റെ കൂടി എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ 84,300 കിട്ടും. അതുപോലെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം രണ്ട് എമൗണ്ട്, 7,250, 3,750 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 11,000 കിട്ടും. ഈ 11,000 എമൗണ്ട് എന്ത് ചെയ്യുക, നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള
നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ 84,300 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 84,300 നിന്ന് 11,000 ലെസ് ചെയ്യുമ്പോൾ 73,300 കിട്ടും. അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് അനദർ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അത് അക്കൗണ്ട് ഫോമിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ഫോം എന്ന് പറയുമ്പോൾ ഇത് എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. ഓക്കെ, അതിനകത്ത് ഡെബിറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യാനുള്ള ഐറ്റംസിന് നോൺ ഓപ്പറേറ്റിംഗ് ഈ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ലോസ് ഓഫ് സെയിൽ ഓഫ് ഫ്ലാറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. ഇത്രയും നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത്രയും ഐറ്റം നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, 2 ഐറ്റം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ പ്രോഫിറ്റില്ലേ, പ്രോഫിറ്റ് എന്ത് ചെയ്യുക? 44,400. അത് നമ്മൾ നോട്ട് ചെയ്തു. ഓക്കെ, ഇനി ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ഡെബിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ടാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യുക? അത് ബാക്കിയുള്ളതിൽ ബാലൻസിങ് ഫിഗർ വരെ ക്രെഡിറ്റ് സൈഡല്ല അല്ലേ. ഇപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണെന്നർത്ഥം. ബാലൻസിങ് ഫിഗർ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എഴുതുക. അതുപോലെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷനാണ് വരിക. അപ്പോൾ അത് ഈ സൈഡിലാണ് എമൗണ്ട് ഷോർട്ടേജ് വരിക. അപ്പോൾ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്ക് എമൗണ്ട് വരും, അതായത് ക്രെഡിറ്റ് സൈഡായിരിക്കും കൂടുതൽ വരിക. ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിലാണ് കുറവ്. അങ്ങനെയാകുമ്പോൾ അത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. 2 മെത്തേഡിലും ഒരേ ആൻസറാണ് കിട്ടുക, 73,300. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.